ഞാനും മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഒരാൾ വന്നിട്ട് ഒരു സൂയിസൈഡിന് വരുന്ന ഒരാളോട് എനിക്ക് യാതൊരു സഹതാപം തോന്നാറില്ല. പറയുമ്പോൾ ചിലപ്പോൾ അത് ക്രൂരമാണ്. പക്ഷേ എനിക്ക് കാര്യമായ യാതൊരു സഹതാപവും ഒരു ആത്മഹത്യ ചെയ്യാൻ വരുന്ന ഒരാളോട് തോന്നാറില്ല. കാരണം ഞാൻ 2-3 പേരെ രക്ഷിച്ചിട്ടുണ്ട്. അവരെല്ലാം പറഞ്ഞ കഥകൾ കേട്ടപ്പോഴത്തേക്ക് ഇവർക്ക് മരിക്കുന്നതാണ് നല്ലത് എന്നാണ് എനിക്ക് തോന്നിയത്. ഇപ്പോൾ കുറച്ച് നാൾ മുമ്പ് ഞാൻ ഒരു സ്റ്റേഷനിൽ വണ്ടി കൊണ്ടുവന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അവിടെ നിർത്തുന്ന വണ്ടിയാണ്. അപ്പോൾ ഒരു 7 കോച്ചോ 8 കോച്ചേ ഉള്ളൂ. യാത്രക്കാരുണ്ട്, RPFകാരൻ ഒരാൾ നിൽക്കുന്നുണ്ട്. ഒരു ഈ പാഴ്സൽ അൺലോഡിങ്ങിന് വേണ്ടിയിട്ട് ഇപ്പോൾ പ്രൈവറ്റായിട്ട് ആൾക്കാർക്ക് ഔട്ട്സോഴ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ യൂണിഫോം ധരിച്ച ഒരാൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വണ്ടി ഏതാണ്ട് ഇത്ര ദൂരം എത്തിയപ്പോഴത്തേക്ക് അയാൾ ട്രാക്കിലേക്ക് എടുത്ത് ചാടി അവിടെ തലവെച്ച് കിടന്നു. അപ്പോൾ ഒരു 30 കിലോമീറ്റർ സ്പീഡേ ഉള്ളൂ. ഞാൻ വണ്ടി പെട്ടെന്ന് നിർത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് അയാൾ മരിച്ചിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ പുറകിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾ വീലിൻ്റെ സൈഡിൽ ഇങ്ങനെ തലവെച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അല്ല, ഒരു കൈ അറ്റുപോയി. പക്ഷേ ആ മനുഷ്യന് പിന്നെ പരിക്കുകളുണ്ട്, മുഖത്തൊക്കെ പരിക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ഇയാളെ എടുത്ത് ഇതിലേക്ക് സ്ട്രെച്ചറിലെടുത്തിട്ടു. ഈ കൈയെല്ലാം എടുത്ത് നിക്ഷേപിച്ച് ഞങ്ങൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു. അവർ കൈ തുന്നി പിടിപ്പിച്ചില്ല, അയാളെ ഇത് ചെയ്ത് വിട്ടു. അപ്പോൾ അയാളുടെ നാട്ടിലുള്ള ഒരു സുഹൃത്ത് ഞങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നുണ്ട്. അയാൾ ഇവിടെ അന്വേഷിച്ചപ്പോൾ ഇയാൾ വളരെ ആരുമില്ലാത്ത ഒരാളാണ്, മദ്യപിച്ച് ഫുൾ ടൈം ഇത് കിടക്കുന്ന, ജോലിക്കൊന്നും പോവില്ല. അപ്പോൾ എങ്ങനെ ഇനിയും ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലെന്ന് വിചാരിച്ചിട്ട് വന്ന് ചാടിയതാണ്. ഞാൻ ചോദിച്ചത്, ഇപ്പോൾ രക്ഷിച്ചുകൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാര്യമായ നമുക്കൂടെ ഉള്ളിൽ അയാളെ രക്ഷപ്പെടേണ്ടതില്ലായിരുന്നു എന്നാണ് എനിക്ക് അപ്പോഴും തോന്നിയത്. അതുപോലെ വേറെ ഇപ്പോൾ പന്ത് പോയതിന് വീട്ടിൽ വഴക്ക് പറഞ്ഞെന്ന് പറഞ്ഞിട്ട്, അല്ലെ ഭർത്താവ് സിനിമയ്ക്ക് പോകാൻ സമ്മതിച്ചില്ലെന്നൊക്കെ പറഞ്ഞു, അങ്ങനെയൊക്കെ ഒരുപാട് കേസുകൾ വന്നിട്ട് ഇവർ ആത്മഹത്യ. അതുകൊണ്ട് അവരോട് അങ്ങനെ പ്രത്യേകിച്ച് സഹതാപം തോന്നില്ല. കാരണം അവർ തന്നെ അവരുടെ കൊലപാതകികൾ, ശരിക്കും ഞങ്ങളല്ല. അപ്പോൾ അനാവശ്യമായൊരു കുറ്റബോധം ഞങ്ങളുടെ ഉള്ളിൽ ഉണ്ടാക്കാൻ അവർ കാരണമാകുന്നതുകൊണ്ട് അവരോട് സത്യത്തിൽ ഒരു ദേഷ്യമാണുള്ളത്. ഈ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ അനുഭവം ഒരു അന്ന് തന്നെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റാണ്. എത്ര വയസ്സ് കാണും അന്ന്? എനിക്ക് 26 വയസ്സ്, ചെറിയ പ്രായം ആണ്. ഞാൻ ജോയിൻ ചെയ്തിട്ടേ ഉള്ളൂ. 2ാമത്തെ ഡ്യൂട്ടിയാണ് എൻ്റെ. അപ്പോൾ അന്ന് ഒരു SL ചവാൻ എന്ന് പറയുന്നൊരു ഞങ്ങളുടെ വളരെ റീഎംപ്ലോയ്ഡ് ആയിട്ടുള്ളൊരു ആളുണ്ടായിരുന്നു. അയാൾ കുറച്ച് മദ്യപിക്കുന്ന ആളൊക്കെ ആയിരുന്നു. അക്കാലത്ത് അത്ര സ്ട്രിക്റ്റ് ഒന്നും ആയിരുന്നില്ല. ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് അത്ര സ്ട്രിക്റ്റ് ആയിരുന്നില്ല. ഇപ്പോൾ ഒരു കാരണവശാലും നമ്മൾ ഡ്യൂട്ടിക്ക് പോകുന്നതിന് ഒരു 8 മണിക്കൂർ മുമ്പ് നമുക്ക് മദ്യപിക്കാൻ അനുവാദമില്ല. അപ്പോൾ അവർ വളരെ പവർഫുള്ളായിട്ടുള്ള ബ്രീത്ത് അനലൈസറൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മദ്യപാനമൊന്നും നടക്കില്ല. പക്ഷെ അന്ന് ഇങ്ങനെ മദ്യപിച്ച് വരുന്നവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അയാൾ കുറച്ച് മദ്യപിക്കുന്ന ആളായിരുന്നു. പക്ഷേ അതുകൊണ്ടൊന്നുമല്ല, രാവിലെ ഒരു കുട്ടി പാല് മേടിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു കുട്ടിയായിരുന്നു അത്. ആ കുട്ടി ട്രാക്കിൽ കൂടെ നടന്നു പോകുമായിരുന്നു. നേർരേഖയിലായിരുന്നു, ഹോണടിച്ചു. ഞാൻ കുറേ കുട്ടി തിരിഞ്ഞു നോക്കി. അതൊരു 10-12 വയസ്സ് കാണും. ഒരു ബനിയനൊക്കെ ഇട്ടിട്ട്, ഒരു കുന്താപുരം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് അത്. അവിടെ ഈ വളരെ ഗ്രാമപ്രദേശമായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ കുട്ടി തിരിഞ്ഞു നോക്കിയെങ്കിലും പക്ഷെ മാറിയില്ല. എന്തുകൊണ്ടാണ് മാറാനെന്ന് എനിക്കറിയില്ല. തട്ടുകയും ചെയ്തു. പക്ഷേ ലോക്കോ പൈലറ്റ് അത് മെസ്സേജ് കൊടുക്കുന്നുണ്ടായില്ല അന്നേരം. അതിനുശേഷം ഞാൻ പുള്ളിയോട് ചോദിച്ചപ്പോൾ പുള്ളി ഒരു വളരെ മോശപ്പെട്ടൊരു പദം പറഞ്ഞ് അത് മറന്നു വെക്കൂ എന്നുള്ള രീതിക്കാണ് പുള്ളി എന്നോട് സംസാരിച്ചത്. തിരിച്ച് ഉച്ച സമയത്ത് അടുത്ത വണ്ടി പോകുമ്പോഴത്തേക്ക് പക്ഷേ അവിടെ അങ്ങനെയുള്ള യാതൊരു സംഭവങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ആരും അതിനെക്കുറിച്ച് അന്വേഷിച്ചതായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല. ലോക്കോ പൈലറ്റിനോട് ചോദിച്ചോന്ന് എനിക്കറിയില്ല. അതായിരുന്നു എൻ്റെ ആദ്യത്തെ റൺ ഓവർ. അത് പക്ഷേ വളരെ ട്രോമാറ്റിക് ആയിട്ടുള്ള സാധനമായിരുന്നു അന്ന്. ആദ്യത്തൊക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ച് ദിവസത്തേക്ക് ഉറങ്ങാനൊക്കെ ഒരു പ്രയാസമൊക്കെ ഉണ്ടാവുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ 26 വർഷമായി ജോലി ചെയ്യുന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് കുറേ പ്രാവശ്യം പല വിധത്തിലുള്ള മരണങ്ങളും പല ദുരന്തങ്ങളും ഒക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇതുപോലെ കണ്ടിട്ടുണ്ടെന്ന്. അതായത് ഈ ആക്സിഡൻറ്റ് പറ്റുമ്പോഴത്തന്നെ ഈ ട്രെയിനിൽ നിങ്ങളുടെ ആ ഒരു ഗ്ലാസ്സിലോട്ട് ഇതുപോലെ ഇല്ല ഇങ്ങനെ വരുന്നതൊക്കെ ഇവർ തന്നെ ക്ലീൻ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. മനുഷ്യർ സാധാരണ തല വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഞങ്ങളുടെ ഭാഷ പറഞ്ഞതാണ്, റൺ ഓവർ ആയി കഴിഞ്ഞാൽ സാധാരണഗതിയിൽ അവർ നിൽക്കുന്ന പൊസിഷൻ അല്ലെങ്കിൽ ഇരിക്കുന്ന പൊസിഷൻ, കിടക്കുന്ന പൊസിഷനിലൊക്കെയാണ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ പൊസിഷൻ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളിപ്പോൾ നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ തെറിച്ചു പോകും.
അല്ലെങ്കിൽ കിടക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡി പാർട്സ് വികൃതമാവുകയും മറ്റുമൊക്കെ ചെയ്യും. അപ്പോൾ അത് അവരുടെ പൊസിഷൻ അനുസരിച്ച് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് സാധാരണഗതിയിൽ ഇപ്പോൾ ഇവർ ഇത് ചെയ്തോ ഇല്ലേ എന്നുള്ളത് നമുക്ക് ഒരു സൗണ്ടിലൂടെയാണ് നമുക്കറിയാൻ കഴിയും. ബോഡിയിൽ കയറുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഒരു സൗണ്ട് കൊണ്ട് മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. പക്ഷേ ഇത് കഴിഞ്ഞ് നമ്മൾ അടുത്ത സ്റ്റേഷനിൽ മെസ്സേജ് കൊടുക്കണമെന്ന് നിയമം, നിർത്തണം എന്ന നിയമമുണ്ട്. ഇപ്പോൾ നിർത്താൻ പറ്റാത്ത സാഹചര്യമായിരുന്നെങ്കിൽ അടുത്ത സ്റ്റേഷനിൽ മെസ്സേജ് കൊടുത്തിട്ട് അവർ വേറെ അതിന് പിന്നാലെ വരുന്ന ട്രെയിനിൽ അവർക്ക് മെസ്സേജ് കൊടുക്കും. അന്നേരം അതിലെ ഡ്രൈവർക്ക് ഇതെല്ലാം കാണേണ്ടി വരും. അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? പിന്നെ മിക്കവാറും ഉണ്ടാവാറുണ്ട്, സ്ഥിരമായി തന്നെ ഉണ്ടാവാറുണ്ട്. ഈ അടുത്ത് ഞാൻ ഒരു ഓഖ ട്രെയിൻ വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ ഒരു ഹാർവാദ എന്ന് പറയുന്ന സ്റ്റേഷനിലെത്തിയപ്പോൾ അവിടുത്തെ മാഷി വിളിച്ച് പറഞ്ഞു അവിടെ ട്രാക്കിൽ ഒരാൾ വീണ് കിടപ്പുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ സ്റ്റേഷനിലെ സ്റ്റാഫിനെ ഒരാൾ അങ്ങോട്ട് വിട്ടിട്ടുണ്ട്, അയാൾക്ക് ജീവനുണ്ട് എന്ന് തോന്നുന്നു, നിങ്ങളൊന്ന് പോയി നോക്കാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ അസിസ്റ്റൻറ്റ് പോകാൻ തയ്യാറായില്ല. ഞാൻ പറഞ്ഞു അത് കാരണം എല്ലാവർക്കും ഒരു വളരെ ഡിസ്കസ്റ്റിംഗ് ആയിട്ടുള്ള സാധനമാണല്ലോ. നമുക്കിപ്പോൾ ഇത്രയും ചോരയും ഇതൊക്കെ കാണുന്ന താല്പര്യമില്ലാത്ത ആൾക്കാരാണ് പൊതുവെ. അപ്പോൾ അതുകൊണ്ട് അവൻ പോകാൻ തയ്യാറല്ല. പക്ഷെ ഞാൻ പോയി. കാരണം അയാൾക്ക് ജീവനുണ്ട് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ പോയി നോക്കേണ്ട ഒരു കടമയുണ്ടെന്നുള്ളതുകൊണ്ട് ഞാൻ പോയി നോക്കിയപ്പോൾ ഇയാൾ ഞരങ്ങുന്ന മുകളിൽ നോക്കിയുണ്ട്. അവിടെ നിന്നിരുന്ന സ്റ്റാഫ് പറഞ്ഞു ഞങ്ങൾക്ക് ജീവനുണ്ട്. അപ്പോൾ എന്തോ ചോദിച്ചപ്പോഴത്തേക്ക് ആവുമെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഞങ്ങളെന്ത് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ മുകളിൽ കൂടി റോഡുണ്ട്, ഒരു ടണലിൻ്റെ താഴെയാണ് ഇയാൾ കിടക്കുന്നത്. അപ്പോൾ അത് മുകളിൽ കൂടെ അവിടെ നിന്ന് ചാടിയതാണോ അതോ വേറെ ഏതെങ്കിലും ട്രെയിൻ തട്ടിയതാണോ? അതിന് തൊട്ട് മുമ്പേ ഒരു ഗുഡ്സ് ട്രെയിൻ പാസ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ക്രോസിംഗ് ആയിട്ട് തൊട്ട് മുമ്പേ ഒരു ഗുഡ്സ് ട്രെയിൻ പാസ് ചെയ്തു. ഇപ്പോൾ അവർ തട്ടിയതാണോ എന്ന് അറിയില്ല. ഏതായാലും അയാളെ പിന്നെ ഞങ്ങളുടെ ട്രെയിനിൽ തന്നെ അടുത്ത് ഒരു ഡോക്ടറൊക്കെ ഉള്ള ഒരു സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് അയാൾ രക്ഷപ്പെട്ടു. ഓക്കെ. പക്ഷെ അത് നമുക്ക് അത്ര സുഖകരമായൊരു അനുഭവമൊന്നുമില്ല. കാരണം ചോരയും മറ്റ് ഈ ശരീരത്തിൽ പരിക്കുകളൊക്കെ ഉണ്ടാകുന്നെന്ന് പറയുന്നത് അവർ കൈകാര്യം ചെയ്യാൻ വളരെ മനസാന്നിധ്യം ആവശ്യമുള്ള കാര്യം തന്നെയാണ്. ഈ മനക്കെട്ടി എന്ന് പറയുന്നത് എന്താ പറയുക, ഒറ്റ രാത്രി കൊണ്ടൊന്നും പെട്ടെന്ന് ഉണ്ടാവുന്നതല്ലല്ലോ. പതുക്കെ ഉണ്ടായി എടുക്കുന്നൊരു സംഭവമാണല്ലോ ഈ ഒരു മനക്കെട്ടി എന്ന് പറയുന്നത്. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ഡിസ്റ്റർബിങ് ആയിട്ടുള്ളൊരു സംഭവം അല്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. നേരെ തിരിച്ചാണ് എനിക്ക് തോന്നുന്നത്. അല്ലാന്നാണ് എനിക്ക് എൻ്റെ അനുഭവം. കാരണം എന്താ അറിയാം, റെയിൽവേ സാധാരണഗതിയിൽ ഒരു പരീക്ഷ നടത്തും. മനോബലം നോക്കുന്ന ഒരു പരീക്ഷയാണ്, സൈക്കോ ടെസ്റ്റ് എന്നാ പറയാ. അത് പാസ്സായാലേ അവർ ഈ ജോലിക്ക് എടുക്കുള്ളൂ. അപ്പോൾ ഇതിൽ സൈക്കോ ടെസ്റ്റിൽ ഇവർ പ്രധാനപ്പെട്ട സൈക്കോളജിസ്റ്റുകളുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ടാണ് ഇത് ടെസ്റ്റ് നടത്തുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഇത്തരം ഇതിൽ പ്രസൻസ് ഓഫ് മൈൻഡ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് ആണ് അവരെടുക്കുക. അപ്പോൾ എനിക്ക് എൻ്റെ കൂടെയുള്ളവർ ഇപ്പോൾ പലരും ഇത് ഇങ്ങനെ ലോലമനസ്കൻ, എൻ്റെ കൂട്ടത്തിൽ ലോലമനസ്കൻ ഞാനാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം അവരൊക്കെ ഇതിനെ വളരെ ഇതായിട്ട് തന്നെ കാണുക. അല്ലാതെ ഇപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ ആകെ പതറിപ്പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനേക്കാൾ കൂടുതൽ അപകടങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഒരാൾ നമ്മളെ വണ്ടി തട്ടി മരിച്ചു, സപ്പോസ് ഒന്നല്ല 2 പേര് അല്ലെങ്കിൽ ഒരു കുടുംബം. ഇപ്പോൾ ഞങ്ങളുടെ കേസിലൊക്കെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ വണ്ടിയുടെ മുമ്പിൽ വന്നിട്ട് ഒരു കുടുംബം മൊത്തം ആത്മഹത്യ ചെയ്ത സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളപ്പോഴത്തേക്ക് നമ്മൾ അതൊരു പതറിപ്പോയി കഴിഞ്ഞാൽ അതിനുശേഷവും നമ്മൾ വണ്ടി കൊണ്ട് പോകേണ്ടതാണ്. നമ്മുടെ വണ്ടിയുടെ 1000-നും മുകളിൽ ആൾ ഇരിക്കുന്നുണ്ട്. നമ്മൾ ഈ 5 പേർക്ക് വേണ്ടിയിട്ട് ഈ 1000-ഓളം പേരെ മറക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അത്രയും പ്രസൻസ് ഓഫ് മൈൻഡുള്ളവരെ മാത്രമേ റെയിൽവേ സെലക്ട് ചെയ്യാറുള്ളൂ. അതിന് കണക്കായിട്ടുള്ള പരീക്ഷ തന്നെയാണ് അവർ നടത്തുന്നത്.